തന്ത്രി കണ്ഠരര് രാജീവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ജയിലിൽ അദ്ദേഹം തളർന്നു വീഴുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീണയുണ്ട് അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വീണ, തന്ത്രിയുടെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ടോ? എപ്പോഴാണ് ആശുപത്രിയിൽ എത്തിച്ചത്? തന്ത്രി എത്തിച്ചിരിക്കുന്നത് പോലീസിനകത്തോടു കൂടിയാണ് അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ പരിശോധന നടത്തുകയാണ്. പ്രഥമ ദൃഷ്ടിയിൽ അദ്ദേഹത്തിന് തളർച്ചയോ ക്ഷീണങ്ങളോ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഡോക്ടർ എന്തായാലും വിശദമായി അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുകയാണ്. ഡോക്ടർ പരിശോധിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെയോട് കൂടിയാണ് അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ട് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ഇപ്പോൾ അദ്ദേഹത്തെ ഡോക്ടർ പരിശോധിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഹൃദയമെടുപ്പും മറ്റു കാര്യങ്ങളുമൊക്കെ ശ്വാസോച്ഛ്വാസവും ഒക്കെ ഡോക്ടർ പരിശോധിക്കുകയാണ്. തുടർന്ന് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അദ്ദേഹത്തിന് എന്ത് ചികിത്സയാണെന്നുള്ള കാര്യങ്ങൾ, എന്ത് ആരോഗ്യ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടതെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അതിനുശേഷമായിരിക്കും തുടർന്ന് ചികിത്സ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഡോക്ടറുമായി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം തനിക്ക് തന്റെ കയ്യിലുള്ള കുറിപ്പടികളും മറ്റുമൊക്കെ ഡോക്ടർക്ക് നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോക്ടറുമായി അദ്ദേഹം പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ മറ്റു കാര്യങ്ങളൊക്കെ വിശദമായി നോക്കുകയാണ്. ഇന്ന് രാവിലെയോട് കൂടിയാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. തിരുവനന്തപുരത്തെ സബ് ജയിലിലായിരുന്നു. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ SIT സംഘം അറസ്റ്റ് ചെയ്ത് തുടർന്ന് കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് തന്നെ തിരുവനന്തപുരത്തെ ഇതേ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത്. തുടർന്ന് ഇന്നിപ്പോൾ രാവിലെ സബ് ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. അതിനുശേഷമാണ് അദ്ദേഹത്തെ ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. ജയിലിലെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം അദ്ദേഹത്തിനൊപ്പമുണ്ട്. അദ്ദേഹത്തിന് എന്താണ് രാവിലെ സംഭവിച്ചെന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട്. ഡോക്ടർ വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തുകയാണ്. ഡോക്ടർ പോലീസ് ഉദ്യോഗസ്ഥരുമായും ഒപ്പം തന്നെ അദ്ദേഹവുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതുമായിട്ട് നമുക്ക് തത്സമയം കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇതിനു മുമ്പ് തന്നെ പലതരത്തിലുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം SIT സംഘത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അദ്ദേഹം ഇന്നലെ രാത്രിയോട് കൂടിയാണ് കോടതി റിമാൻഡ് ചെയ്തത്. തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർന്ന് സബ് ജയിലിലേക്ക് അയക്കുകയായിരുന്നു. ഇന്ന് സബ് ജയിലിൽ വെച്ചാണ്, തിരുവനന്തപുരം പൂജപ്പുരയിലെ സബ് ജയിലിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ഇപ്പോൾ അദ്ദേഹത്തെ ഡോക്ടർ പരിശോധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രഥമ ദൃഷ്ടിയിൽ വലിയ തരത്തിലുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തിന് എന്താണ് ഉണ്ടായെന്നുള്ള കാര്യത്തിൽ, ആരോഗ്യപരമായി ശാരീരികപരമായ എന്ത് ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിക്കുകയാണ്. ഡോക്ടർ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിദഗ്ധ പരിശോധനയോ എന്നോ നമുക്ക് അറിയാൻ മറ്റെന്തെങ്കിലും മെഡിക്കൽ പരിശോധന നടത്തൂ എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഡോക്ടറുടെ പരിശോധന എന്തായാലും ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ശരി വീണ, വ്യക്തമാണ്. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസമാണ് തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം തന്നെ അദ്ദേഹം വൈകാരികമായും മാനസികമായും ഒക്കെ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ഉൾപ്പെടെ പ്രതികരിച്ചത് ഇനി താൻ 18ാം പടി ചവിട്ടില്ല, തനിക്ക് എന്തിനാണ് അയ്യൻ്റെ സ്വർണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനോട് പോലും വൈകാരികമായി ചോദിച്ചത്. അപ്പോൾ ഇന്നാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ജയിലിൽ തളർന്നു കിടക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. നിലവിൽ ഡോക്ടർ അദ്ദേഹത്തെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യനിലയിൽ ആശങ്കയുണ്ടോ, എന്താണ് സംഭവിച്ചതെന്നതിലടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം അറിയാൻ കഴിയും. എന്തായാലും ആശുപത്രിയിൽ വൻ പോലീസ് സന്നാഹവും എത്തിയിട്ടുണ്ട്. രാവിലെയാണ് ഇദ്ദേഹത്തിന് ഇത്തരത്തിലൊരു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് വലിയ രീതിയിൽ തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു സംഭവം കൂടി പുറത്തു വരുന്നത്. അതായത് പിണറായി സർക്കാരിൻ്റെ പക, അത്തരമൊരു നടപടിയാണ് തന്ത്രിക്ക് മേൽ കൈവിലങ്ങ് വീഴാനുള്ള കാരണമെന്ന തരത്തിൽ വലിയ രീതിയിൽ ഈ സമൂഹത്തിലൊരു വിമർശനം പിണറായി സർക്കാരിനെതിരെയും SITക്കെതിരെയും ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തന്ത്രിക്ക് ഇപ്പോൾ ദേഹാസ്വാസ്ഥ്യം കൂടി അനുഭവപ്പെട്ടിരിക്കുന്നത്. വീണയുണ്ട് വിവരങ്ങളുമായി. വീണ, ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? ജയിൽ അധികൃതർ അല്ലെങ്കിൽ പോലീസ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട പങ്കുവയ്ക്കുന്ന വിവരം എന്താണ്? അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെപ്പറ്റി എന്തെങ്കിലും കാര്യം നമുക്കറിയാൻ സാധിക്കുമോ ഈ ഘട്ടത്തിൽ?
ഈ ആരോഗ്യകാര്യം എന്താണ് ബുദ്ധിമുട്ടുണ്ടായത്, അദ്ദേഹത്തിന് എന്ത് പ്രയാസമാണ് നേരിട്ടത്, എന്താണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടാനുണ്ടായ കാരണം എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അല്പസമയങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിൽ എത്തിക്കുകയും ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയും 10 മിനിറ്റ് നീണ്ടു നിന്ന ഡോക്ടറുടെ പരിശോധന ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ആശുപത്രിയിൽ എത്തിച്ച് മറ്റ് കാര്യങ്ങൾ, അതായത് ഈ പരിശോധിച്ചതിന് ശേഷമുള്ള മറ്റ് വൈദ്യ പരിശോധനയ്ക്കും അതുമായി ബന്ധപ്പെട്ട ആരോഗ്യനില മനസ്സിലാക്കുന്നതിനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ മറ്റൊരു മുറിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോൾ തന്ത്രി ഇങ്ങോട്ടേക്ക് എത്തിച്ചപ്പോൾ വലിയ തരത്തിലുള്ള സുരക്ഷാ സന്നാഹമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ തരത്തിൽ പോലീസ് സേനയുടെ സുരക്ഷയോട് കൂടിയാണ് അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൽ നിന്നും ഡോക്ടർക്ക് വിശദാംശങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. എന്താണ് അനുഭവപ്പെട്ടത്, എന്ത് ബുദ്ധിമുട്ടാണ് നേരിട്ടത്, മറ്റെന്തെങ്കിലും മരുന്നുകൾ, അതായത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മറ്റെന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, ആ രോഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ജയിലിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും അദ്ദേഹത്തിന് എന്താണ് ഇന്ന് ഉണ്ടായത്, അദ്ദേഹത്തിന് എന്ത് ശാരീരിക പ്രയാസങ്ങളാണ് ഉണ്ടായത് എന്ന കാര്യങ്ങൾ കൂടി ഉദ്യോഗസ്ഥരിൽ നിന്നും ഡോക്ടർ ചോദിച്ചറിഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തെ ഡോക്ടറുടെ പരിശോധന പൂർത്തിയായതിനു ശേഷം ആശുപത്രിയിൽ തന്നെയുണ്ട്. മറ്റു പരിശോധനകൾക്കായി അദ്ദേഹത്തെ മാറ്റിയതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. വൈദ്യ പരിശോധനയുമായി ബന്ധപ്പെട്ടത് ഡോക്ടറും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും, ജയിലിലെ മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പോലീസ് അധികാരികളുമായി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. 10 മിനിറ്റ് നീണ്ടുനിന്ന ഡോക്ടറുടെ പരിശോധനയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച്, അതായത് പലതരത്തിലുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ഇതിനു മുമ്പ് ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട SIT സംഘം അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ തന്നെ തനിക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനു ശേഷവും കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തിരുവനന്തപുരത്തെ ഇതേ ആശുപത്രിയിൽ, ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയതിനു ശേഷമാണ് കോടതിയിൽ എത്തിച്ചത്. തുടർന്ന് ഇന്ന് രാവിലെയോട് കൂടിയാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. നമ്മൾ ജയിൽ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ മറ്റൊരു മുറിയിലേക്ക് ഇപ്പോൾ മാറ്റുന്നു എന്നാണ്. മറ്റു ബന്ധപ്പെട്ട പരിശോധനയുമായി ബന്ധപ്പെട്ട ആശുപത്രിക്കുള്ളിലാണ് അദ്ദേഹം ഉള്ളത്. ഡോക്ടറും മറ്റ് ആരോഗ്യ പ്രവർത്തകരും അദ്ദേഹത്തിനൊപ്പമുണ്ട്. മറ്റൊരു മുറിയിലേക്ക് മറ്റൊരു പരിശോധനയുമായി ബന്ധപ്പെട്ട്, അതായത് അദ്ദേഹത്തിനുണ്ടായ ദേഹാസ്വാസ്ഥ്യം കൂടുതൽ പരിശോധനകൾക്ക് വിശദമായി അക്കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഡോക്ടർമാരുമായി അദ്ദേഹത്തെ മറ്റൊരിടത്തേക്ക് മാറ്റുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഇറങ്ങി മറ്റൊരു ആശുപത്രിയുടെ അകത്തുള്ളിലേക്ക് പ്രവേശിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് മെഡിക്കൽ പരിശോധനകൾക്കാണോ, രക്തപരിശോധനയ്ക്കാണോ, അത്തരത്തിലുള്ള ടെസ്റ്റുകൾക്കാണോ എന്ന് കൂടി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന് എന്താണ് ഉണ്ടായെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്രതികരണത്തിന് ജയിൽ അധികാരികളുടെ ഭാഗത്തു നിന്ന്, പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഒരു വ്യക്തത നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്താണ് ആരോഗ്യപരമായി എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ അല്പസമയങ്ങൾക്ക് അകം തന്നെ നമുക്ക് വ്യക്തത ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വതി. ശരി വീണ, ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം തന്ത്രി കണ്ഠരര് രാജീവരെ SIT സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു, വിമർശനങ്ങൾ ഉയർന്നു. SITക്ക് മേലും പിണറായി സർക്കാരിന് നേരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ തന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഗോകുൽ ചേരുന്നുണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി. ഗോകുൽ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണ് ഈ പിണറായി സർക്കാരിൻ്റെ പക അത് തന്ത്രിക്ക് മേൽ പ്രയോഗിച്ചു എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം യുവതീ പ്രവേശന സമയത്ത് തന്ത്രി സ്വീകരിച്ച നിലപാടുകൾ അത് സർക്കാരിനെതിരെയുള്ള നിലപാടുകളായിരുന്നു. അപ്പോൾ തന്ത്രിയെ പുറത്താക്കണം, അധികാരം തന്ത്രിക്കല്ല ദേവസ്വം ബോർഡിനാണ്, ദേവസ്വം ബോർഡിന്റെ അധികാരം സർക്കാരിനാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഉന്നയിക്കുന്നു. അപ്പോഴും തന്ത്രി തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ചുരുക്കി പറഞ്ഞാൽ 2019 മുതലുള്ള ഒരു വൈരാഗ്യം, സർക്കാരും തന്ത്രിയും തമ്മിലുള്ള ഒരു വൈരാഗ്യം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ തന്ത്രിയും തമ്മിലുള്ള ഒരു വൈരാഗ്യം അവിടെ നിലനിന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളാണോ എന്നാണ് സമൂഹം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ED എത്തുന്ന സാഹചര്യത്തിൽ മുഖം രക്ഷിക്കേണ്ട ചില നടപടികളുണ്ട്. ഈ അന്വേഷണം വഴി മാറ്റേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രനെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിലുള്ള വമ്പൻ സ്രാവുകളൊക്കെ കുടുങ്ങുമെന്നായപ്പോഴാണോ ഈ അന്വേഷണം വഴി തിരിച്ചുവിടാനെന്ന പോലെ ഈ തന്ത്രിയിലേക്ക് ആ കൈവിലങ്ങ് എത്തിപ്പെട്ടത്? ഗോകുൽ. അശ്വതി,
തീർച്ചയായിട്ടും ഈ മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രിയെ കൊടുക്കുക എന്നുള്ളൊരു തന്ത്രം തന്നെയാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇനിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പ്രതിസ്ഥാനത്തെത്തി അല്ലെങ്കിൽ അറസ്റ്റ് നടപടികൾക്ക് വിധേയമാകേണ്ടത് CPM-ന്റെ ഏറ്റവും പ്രബലരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ്. ഇതിനോടകം തന്നെ അവരുടെ നേതാക്കൾ അറസ്റ്റായിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടും ഇനിയും ജയിലിലേക്കുള്ള ആകാനുള്ളത് കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള CPM-ന്റെ മുൻ മന്ത്രിമാരായിട്ടുള്ള നേതാക്കൾ ഉൾപ്പെടെയാണ് ഇനിയും ജയിലിലേക്കുള്ള ഉള്ളിലാകാനായിട്ടുള്ളത്. എന്തായാലും അങ്ങനെ കൂടി സംഭവിക്കുന്ന സാഹചര്യത്തിൽ CPM കടുത്ത പ്രതിസന്ധിയിലായി മാറും സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ രീതിയിലുള്ള നീക്കങ്ങൾ CPM-നെ ഇല്ലാതാക്കി കളയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും അതിൻ്റെയൊക്കെ ഭയത്തിൽ നിന്നാണ് ഇപ്പോൾ തന്ത്രിക്കെതിരായിട്ടുള്ളൊരു നീക്കത്തിലേക്ക് ചുവടുവെച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. SITക്ക് ഇതിനുമേൽ കൃത്യമായിട്ട് രാഷ്ട്രീയ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടാകണം എന്നുള്ളത് തന്നെയാണ് പൊതുസമൂഹം ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നടക്കം ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടാകാം. കാരണം ഉണ്ടാകാൻ പോകുന്ന വലിയ പ്രതിരോധത്തിൽ നിന്നും അല്ലെങ്കിൽ അതിൽ നിന്നും മുഖം രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ രീതിയിലൊരു നീക്കം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. അത് CPM-ന് അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ തന്ത്രിയിലേക്ക് അന്വേഷണം എത്തിച്ച് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ SITക്ക് ഇങ്ങനെയുള്ള ഒരു നീക്കത്തിൻ്റെ സൂചനകൾ അവർ നൽകിയിരുന്നില്ലെങ്കിൽ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് തിടുക്കപ്പെട്ട് തന്ത്രിക്കെതിരെ ഈ രീതിയിലൊരു നീക്കങ്ങൾ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ട് നിലനിൽക്കുന്ന സംശയമെന്ന് പറയുന്നത്. കാരണം ഹൈക്കോടതിയിലടക്കം തന്ത്രിയുടെ പങ്കിനെപ്പറ്റി ആദ്യഘട്ടത്തിൽ സംശയാസ്പദമായി ഒന്നും തന്നെ വ്യക്തമാക്കാതിരുന്ന അല്ലെങ്കിൽ പരാമർശിക്കാതിരുന്ന SIT തന്നെ രണ്ടാം ഘട്ടത്തിലെത്തിയപ്പോൾ തന്ത്രിക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിൽ പരാമർശങ്ങൾ നടത്തി തന്ത്രിയെ തിടുക്കപ്പെട്ട അറസ്റ്റ് നടപടികൾക്ക് വിധേയമാക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളൊരു നീക്കം തന്നെയായിട്ട് നടപടി തന്നെയായിട്ട് ഇതിനെ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. കാരണം അതിനുള്ള കാരണങ്ങൾ അത് വളരെ സുദൃഢമാണ്. കാരണം 2019 യുവതീ പ്രവേശന കാലഘട്ടം മുതൽ നിലനിൽക്കുന്ന ആ ഒരു വിരോധം തന്ത്രിക്കെതിരായിട്ടുണ്ട്. ഇപ്പോൾ അതിന് തക്ക സമയമാണ്. അതിനും കൂടി പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സമയമായിട്ട് CPM-ന് വീണ് കിട്ടിയിരിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ തന്ത്രിയെ കൊടുക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് തന്ത്രത്തിലേക്ക് CPM എത്തിച്ചേർന്നു. അതിന് SITക്ക് നിർദ്ദേശം നൽകി. SIT അത് കൃത്യമായിട്ട് പ്രാബല്യത്തിൽ വരുത്തി അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് അല്ലെങ്കിൽ നടപടിയെടുത്തു എന്ന് വേണം നമുക്ക് കരുതുവാനായിട്ട്. എന്തായാലും തന്ത്രിക്ക് ഈ വിഷയത്തിൽ ഈ സ്വർണ്ണ കവർച്ചയിൽ സ്വർണ്ണ കൊള്ളയിൽ ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ തന്നെ പൊതുസമൂഹത്തിന് വ്യക്തമാണ്. കാരണം അദ്ദേഹം അവിടെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾ മാത്രമാണ്. അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയല്ല തന്ത്രി. അവിടുത്തെ വിഗ്രഹത്തിൻ്റെ പിതാവ് എന്നുള്ള സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് ക്ഷേത്രം തന്ത്രി എന്ന് പറയുന്നത്. അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ അതിൽ നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത്. അതല്ലാതെ അവിടുത്തെ ദൈനംദിന കാര്യങ്ങളിലോ അവിടുത്തെ സ്വത്തുവകകളിലോ ഒന്നും തന്നെ അധികാരം കൈയാളുന്ന ഒരു വ്യക്തിയല്ല തന്ത്രി എന്ന് പറയുന്നത്. മാത്രമല്ല അതിലൊന്നും കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കുന്നതിനോ ഉത്തരവുകൾ ഇടുന്നതിനോ ഒന്നും തന്നെ അധികാരമുള്ള ഒരു വ്യക്തി കൂടിയിട്ടല്ല തന്ത്രി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു തന്ത്രിക്ക് അവിടുത്തെ സ്വർണം ഇളക്കിക്കൊണ്ടുപോകുവാൻ രേഖാമൂലമോ ഒന്നും തന്നെ കൃത്യമായിട്ട് അതിൽ ഇടപാടുകൾ നടത്തുവാനോ അതിൽ തിരുത്തലുകൾ വരുത്തുവാനോ സ്വർണം ചെമ്പാക്കി മാറ്റുവാനോ ഒന്നും തന്നെ സാധിക്കുകയില്ല എന്നുള്ളത് പൊതുസമൂഹത്തിന് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ശബരിമലയെയും അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അറിയുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് വ്യക്തമായും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആരോപിച്ചുകൊണ്ടാണ് തന്ത്രിയെ ജയിലിലേക്കുള്ളിലാക്കി കൊണ്ടുള്ള ഒരു നടപടി SITയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.